സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാർലി തോമസ് ജയിൽ ചാടിയത്. ജയിൽ അധികൃതർ ഇന്ന് രാവിലെ സെൽ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരം അറിയുന്നത്. രാജീവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. രാജീവ്, ഉദ്യോഗസ്ഥരുടെ ഗുരുതര അനാസ്ഥ എന്ന് തന്നെയല്ലേ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത്? കാരണം ഇത്തരത്തിലെ ഒരു കൊടും ക്രിമിനലിന് ഈ മതിൽക്കെട്ട് ചാടി കടന്ന് പുറത്തു വരണമെങ്കിൽ പ്രത്യേകിച്ച് അംഗവൈകല്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം, അതോടൊപ്പം തന്നെ സഹതടവുകാരുടെ ഉള്ളിൽ നിന്ന് ആരുടെയൊക്കെയോ സഹായം കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും കേരളം കണ്ട ഏറ്റവും വലിയ കൊടും ക്രിമിനൽ എന്ന് തന്നെയാണ് ഗോവിന്ദച്ചാമിയെ വിശേഷിപ്പിക്കാൻ കഴിയുക. അത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലാണ് കണ്ണൂരിലെ അതീവ സുരക്ഷയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. അതും ഗോവിന്ദച്ചാമി വികലാംഗനാണ്. ഈ ഒറ്റ കൈയുമായാണ് ഇത്രയും ഉയരമുള്ള മതിൽ കടന്നു കയറി അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിൽ സംസ്ഥാനത്ത് മുഴുവൻ പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു സമയം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും പുതിയ ഫോട്ടോയും ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവികൾക്ക്. രാജീവ്, ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. രാജീവിലേക്ക് എത്താം. DGP ജനം TVയോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ ഉണ്ട് സാർ ഇത് കൊടുത്തിരിക്കുന്നത്? ഇതില് 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ DIG കണ്ണൂർ റേഞ്ച് ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് അതിനെ ഇവരിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ എല്ലാ ബോർഡർ ഏരിയാസിലും അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഒരു ആരെങ്കിലും ഇത് കിട്ടുവാണെങ്കിലും അവരെ പിടിക്കാൻ അതിന് നമ്പേഴ്സ് കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കൽ നമുക്ക് അറിയിക്കാൻ വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി സംസ്ഥാനങ്ങളിൽ കൂടെ നമ്മളിത് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് ഇൻഫർമേഷൻ. ഓക്കെ സാർ, ഈ 5 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടല്ലേ? കുറച്ച് വ്യത്യാസം. GPI ജനം TVയോട് പ്രതികരിച്ചതിന്റെ ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. രാജീവിലേക്ക് വീണ്ടും പോകുന്നു. രാജീവ്, തുടരാം. രോഹിണി, സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ ഈ അതിർത്തികൾ ഉൾപ്പെടെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു സാധ്യത അതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വളരെ ശക്തമാണ്. ഇതിനൊപ്പമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇയാളുടെ ചിത്രം അയച്ചു നൽകി മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസിന് കൂടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള പരിശോധന തുടരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് ഇയാൾ പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതനുസരിച്ചുള്ള പരിശോധനകൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ വലിയ തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പുലർച്ചെ ഈ ജയിൽ ചാട്ടം നടന്നതിന് ശേഷം രാവിലെ 7 മണിയോട് കൂടിയാണ് പോലീസ് ഇക്കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ മറ്റ് ജില്ലകളിലേക്കോ മറ്റോ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്, മറ്റെവിടെയെങ്കിലും ഒളിസങ്കേതത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊപ്പമാണ് ഇയാൾക്ക് ജയിലിൽ നിന്ന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചോ എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നത്. നേരത്തെ തന്നെ ഈ കണ്ണൂരിലെ സുരക്ഷാ ജയിലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നതാണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നതാണ്. ഇവിടെ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടുപിടിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നടപടികൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കണ്ണൂർ ജയിലിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവർ എപ്പോഴും CPMുമായി വളരെ അടുപ്പം പുലർത്തുന്നവരായിരിക്കും. അത്തരക്കാർ മാത്രമാണ് ഈ കണ്ണൂർ ജയിലിലേക്ക് നിയോഗിക്കപ്പെടാറുള്ളത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും നേരത്തെ വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധനാ വിധേയമാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ളൊരു ജയിൽ ചാട്ടം നടന്നിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സംഭവം തീർച്ചയായും ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച കൂടിയായി കണക്കാക്കേണ്ടി വരും, ജയിൽ വകുപ്പിൻ്റെ വീഴ്ച കൂടിയായി കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ജയിൽ മേധാവി ഉൾപ്പെടെയുള്ളവർ വളരെ വേഗം തന്നെ അവിടേക്ക് എത്തുകയും പരിശോധന ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പഴുതടച്ചുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. 2011 സൗമ്യ ക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഷൊർണൂരിലേക്ക് വരികയെ ട്രെയിനിൽ വെച്ച് ആക്രമിക്കുകയും തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ നടത്തിയ ശേഷമായിരുന്നു ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. 5 ദിവസത്തോളം ആശുപത്രിയിൽ മരണവുമായി മല്ലടിച്ചാണ് ഒടുവിൽ ഈ മരണത്തിന് സൗമ്യ കീഴടങ്ങുന്നത്. അത്തരത്തിൽ ദാരുണമായൊരു സംഭവം, അന്ന് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ സൗമ്യാവധം. അതിനുശേഷം ഗോവിന്ദച്ചാമിക്ക് ശിക്ഷ കൃത്യമായി വധശിക്ഷ ലഭിക്കുകയും പിന്നീട് സുപ്രീം കോടതി ഇളവ് നൽകുകയും ചെയ്ത സംഭവമുണ്ടായി. ഏതായാലും അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നു എന്ന് പറയുമ്പോഴും ഈ വീഴ്ചകൾക്ക് ആര് ഉത്തരം പറയുമെന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. രോഹിണി.